ശബ്ദത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ലോകത്തിൽ എങ്ങനെ വിജയിക്കാൻ പറയും. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് 50% ഓഫ് യുവർ ടോട്ടൽ പേഴ്സണാലിറ്റി ഈസ് ബിലോങ്ങിങ് ടു യുവർ വോയിസ്. ഇപ്പം മലയാള സിനിമയിലെ തന്നെ രണ്ട് നടന്മാരെടുത്ത് നോക്കൂ, മോഹൻലാലും മമ്മൂട്ടിയും. ജന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ, ഭയങ്കര ബേസാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷേ മോഹൻലാൽ നീ പോ മോനെ ദിനേശ. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഇടം എന്ന് പറയുന്നത് ഈ ശബ്ദലോകത്തായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ്സ് റെഡ് FM-ൽ അജീഷിനൊപ്പം അമൂല്യ രാഗങ്ങൾ. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കേട്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ് റെഡ് FM-ൽ അജീഷിനൊപ്പം അമൂല്യ രാഗങ്ങൾ. നിങ്ങൾ തീരുമാനിച്ചോളണം ആരതാ നല്ലത് എന്നുള്ളത്. ടോപ്പേഴ്സ് ടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത്തവണത്തെ ടോപ്പേഴ്സ് ടെക്കിന് ചെറിയ പ്രത്യേകതയുണ്ട്. കാരണം വേൾഡ് റേഡിയോ ഡേ ആണ്. അതിനോടനുബന്ധിച്ച് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്പെഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് ഏറ്റവും ഉത്തമനായ ഒരാൾ തന്നെയാണ് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ആകാശവാണിയുടെ AAR നാഷണൽ അവാർഡ് 3 തവണ നേടിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ സജീവമായിട്ട് ആകാശവാണിയിൽ നിറഞ്ഞു നിൽക്കുന്ന, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് എല്ലാവർക്കും ഫെമിലിയറാണ്. ഒരുപാട് വിഷ്വലിലൊന്നും പുള്ളി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് വേൾഡ് റേഡിയോ ഡേയിൽ നമുക്ക് കുറച്ച് എക്സ്ക്ലൂസീവ് തന്നെ ആയിരിക്കും. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ബാലേട്ടനെ. നമസ്കാരം. എന്തൊക്കെയുണ്ട് ബാലേട്ട വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ചിട്ട് ഇന്ന് വേൾഡ് റേഡിയോ ഡേ എന്നുള്ള രീതിയിൽ ഞാൻ രാവിലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടിരുന്നു. എൻ്റെ റേഡിയോ ജീവിതത്തിൻ്റെ വഴികൾ, ആ വഴികളിൽ ശബ്ദത്തെ സ്നേഹിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തി, ആ ശബ്ദ വഴിയിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയ ഗുരുനാഥന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ജീവിതത്തിലെ ആദ്യ ഘട്ടത്തിൽ സ്നേഹാക്ഷരങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചു കൊടുത്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ ഓർമ്മിച്ചുകൊണ്ടൊക്കെ ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അഭിമുഖം കൂടി നടത്താം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടത്തേക്ക് വന്നത്. ഒരു ഇൻ്റർവ്യൂർ എന്നതിനേക്കാൾ ഉപരി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനും ഒരു RJ ആണ്. എൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശബ്ദ വഴിയിലേക്ക് നയിച്ച ഗുരുനാഥന്മാരിൽ ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്, എന്നെ. ഓക്കെ, അപ്പോൾ അതിൻ്റെയും പ്രത്യേകിച്ച് ഒരു സന്തോഷമുണ്ട്. റേഡിയോയുടെ എക്സ്പീരിയൻസ് എനിക്കും കുറേയൊക്കെ അനുഭവിക്കാൻ പറ്റി. നിങ്ങളൊക്കെയാണ് എനിക്കും പ്രചോദനമായത് റേഡിയോയിൽ ഒരു അവതാരകനായിട്ട് എത്തണമെന്ന് ആഗ്രഹപ്പെടുത്തിയത്. യെസ്. അപ്പോൾ ഈ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് കണ്ണൂർ ആകാശവാണി എന്നൊക്കെയാണ് ആരംഭിക്കുന്നത്, യുവവാണി പ്രോഗ്രാം. അപ്പോൾ അവിടെ അത്രയല്ലേ പറയാനുള്ളൂ. ആകാശവാണി കണ്ണൂർ യുവവാണിയിൽ ഇന്നത്തെ ഗാനം ആലപിക്കുന്നത് ചിത്രം. ഇത്രയേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ശബ്ദത്തിന് ഭയങ്കര നിയന്ത്രണ സ്വഭാവമുള്ള, എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റിന് ബേസ് ചെയ്തുകൊണ്ടുള്ള റേഡിയോ ആണ്. അവിടെ നിന്നാണ് ഞാൻ 2000-ൽ കേരള മീഡിയ അക്കാഡമിയിലെ ജേർണലിസം കഴിഞ്ഞതിന് ശേഷം UAQ റേഡിയോ 846 AM എന്ന് പറഞ്ഞത് ദുബായിൽ പോയത്. അപ്പോൾ ദുബായിൽ AM സ്റ്റേഷൻ ആണെങ്കിലും ഒരു FM സ്റ്റേഷന്റെ സ്റ്റൈലായിരുന്നു അവിടെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ സീരിയലിലൊക്കെ ഉള്ള കിഷോർ സത്യ, അതുപോലെ തന്നെ ഡബ്ബിങ്ങിൽ സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള വിമ്മി മറിയം ജോർജ്, ഇപ്പോഴും എന്നെ ഈ രംഗത്ത് നിലനിർത്തിപ്പോരുന്ന പ്രിയപ്പെട്ട ആശേച്ചി, അതുപോലെ തന്നെ ആ റേഡിയോ പ്രസ്ഥാനത്തിന്റെ നായകൻ ശ്രീ KPK വെങ്ങര, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കൊണ്ട് വിസ്മയം തീർത്ത, അതുപോലെ തന്നെ ഒരു ഇപ്പോഴത്തെ FM സ്ട്രാറ്റജി അന്ന് തന്നെ കൊണ്ടുവന്ന ഒരു ടീമിലേക്കാണ് ഞാനും അന്ന് പോകുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യം, നമ്മളൊരു AM പാറ്റേണിൽ നിന്ന്, ആകാശവാണി പാറ്റേണിൽ നിന്ന് പൊടുന്നനവേ ഒരു FM സ്റ്റൈലിലേക്ക് മാറി. ആ സ്റ്റൈൽ സത്യത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് സത്യത്തിൽ നമ്മളായിരിക്കും. ഉറപ്പായിട്ടും. ആക്ച്വലി എന്റെ ക്വസ്റ്റ്യൻ അടുത്ത അത് തന്നെയാണ്. കാരണം ഒരു ഡ്യുവറ്റായിട്ട് ഒരു RJക്ക് അല്ലെങ്കിൽ ഒരു ഷോ പ്രസന്റ് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് കാണിച്ചു തന്നത്. തീർച്ചയായിട്ടും അത് ദുബായിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു വലിയ കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോൾ നമ്മളൊരു AM-നും FM-നും ഇടയിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാമായി. പിന്നീട് FM സ്റ്റേഷനുകൾ ധാരാളം വന്നു. റെഡ് FM, ക്ലബ് FM, റേഡിയോ മാംഗോ, ബെസ്റ്റ് FM, റേഡിയോ മിർച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കേരളം ഒരു FM സ്റ്റേഷനുകളുടെ ഒരു കലവറയായിട്ട് മാറി. 10-35 പ്രൈവറ്റ് FM സ്റ്റേഷനുകൾ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ചു നിന്നു. അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് ചിലപ്പം ഒരു റോൾ മോഡലായിട്ട് അന്ന് കാണിക്കാനുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ഇതായിരിക്കണം. എനിക്ക് തന്നെ പല സ്ഥലത്ത് ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചിരുന്നു, റേഡിയോ മാംഗോയിൽ എന്നെ വിളിച്ചിരുന്നു, ക്ലബ് FM-ൽ വിളിച്ചിരുന്നു. ക്ലബ് FM-ലൊക്കെ എനിക്ക് ജോലി കിട്ടിയതാണ് സ്റ്റേഷൻ ഹെഡായിട്ട്. പക്ഷെ ഞാൻ അന്നത്തെ എൻ്റെ സാഹചര്യം വെച്ചിട്ട് ഞാൻ പോയില്ല, മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും വലിയ
സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കെമിസ്ട്രിയാണ്. അതെ, അതായത് ആശയിച്ച് എന്തു പറയുന്നു അതിന് കൗണ്ടർ പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം അത് സ്ക്രിപ്റ്റഡ് അല്ലല്ലോ അല്ലേ? ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല. ഇന്ന് വരെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 25,000-ത്തിലധികം കത്തുകൾ വായിച്ചു. ഇറ്റ്സ് എ വേൾഡ് റെക്കോർഡ്. പക്ഷെ ഇത്രയും 25,000 കത്തുകൾ വായിക്കപ്പെടുക, 25,000 കത്തുകൾ എന്ന് പറഞ്ഞാൽ 25,000 ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങൾ ഇങ്ങനെ വായിച്ചു. അപ്പൊ ആ ഓരോ കത്തിനും അനുബന്ധമായിട്ട് ഉത്തരം പറയണം. അതാണല്ലോ കൗണ്ടർ പറയുക. അപ്പൊ കൗണ്ടർ പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മലബാറിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കൊരു എന്താണ് പറയുന്നത്, ഒരു ഏകീകരണം പല സബ്ജക്റ്റുകളിൽ ഉണ്ടാവും. ഇപ്പൊ ഞാൻ മലബാറിലെ തെയ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ വടകരയിലെ തെയ്യങ്ങളെ കുറിച്ചിട്ട് ആശിച്ചിക്കും പറയാനുണ്ടാവും. ഒരു ജീവിതശൈലിയെ കുറിച്ചിട്ടും ഒരു എന്താണ് മതസൗഹാർദ്ദത്തെ കുറിച്ചിട്ടൊക്കെ പറയാനുണ്ടെങ്കിൽ രണ്ടു പേർക്കും പറയാനുണ്ടാവും. അപ്പൊ ഒരേ കൾച്ചറിന്റെ ഭാഗമായി നിന്ന രണ്ട് അവതാരകന്മാർ ഒരുമിച്ച് ഒരു മെയിൽ ഫീമെയിൽ കോംബോ ഒരുമിച്ച് വന്നപ്പോൾ അത് സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. പിന്നെ ഒരേ അവസ്ഥയാണ്, അതായത് കുറ്റം ഏറ്റുപറയാനും കുറ്റപ്പെടുത്തലുകൾ സ്വീകരിക്കാനുള്ള മനസ്സ്, പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയും ചെയ്യും. അതെ, അതുപോലെ പ്രവർത്തിയും ചെയ്തു. എനിക്കൊന്ന് ആശയിച്ച് കുറച്ചുകൂടെ പോപ്പുലർ ആയത് ഈ പ്രോഗ്രാമിലൂടെ. തീർച്ചയായിട്ടും. കാരണം ഇതിന് ഒരു പ്രോക്സിമിറ്റി എന്ന് നമ്മൾ പറയാറില്ല, എന്താണ് ആത്മസാമീപ്യം. നിങ്ങളിപ്പോ പിന്നെ റെഡ് FM-ൽ അമൂല്യരാഗങ്ങൾ എന്ന് പറയുന്ന പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ആ ശബ്ദത്തോടൊരു ഇഷ്ടം ഉണ്ടാവും. ആ ശബ്ദത്തോടൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ പിന്നെ ഓരോ ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഓരോ മുഖമായിരിക്കും. ചില സ്ഥലത്ത് പ്രണേതാവായിരിക്കും, ചില സ്ഥലത്ത് മകനായിരിക്കും, ചില സ്ഥലത്ത് ഏറ്റവും വാത്സല്യം നൽകുന്ന ഒരു സുഹൃത്തായിരിക്കും. അങ്ങനെ പല രൂപത്തിൽ അവർ കാണും. ഇപ്പം ഞാൻ എൻ്റെ ഒരു പുസ്തകം എഴുതാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി, ഇപ്പോഴും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. ഞാൻ ആ പുസ്തകത്തിന് ഇടാൻ ആലോചിച്ചൊരു ടൈറ്റിൽ 1000 മുഖമുള്ള അവതാരകൻ എന്നാണ്. കാരണം ഓരോ ആളുടെ മനസ്സിൽ ഓരോ രൂപമാണ്. പിന്നെ നമ്മളെ നേരിട്ട് കണ്ടപ്പോൾ അയ്യോ ഇതാണോ ബാലേട്ടൻ എന്ന് ചോദിച്ചാൽ എത്ര ആളുകളുണ്ട്. കാരണം അവർ ചിലപ്പോൾ ഒരു മോഹൻലാലിനെ മമ്മൂട്ടിനൊക്കെ പ്രതീക്ഷിച്ചിട്ട് പിടിച്ചിരിക്കാം. ഈ ഇടയ്ക്ക് ഇപ്പം 25,000 കത്തുകൾ വായിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിൽ ഉറപ്പായിട്ടും നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കത്തുകളെ കുറിച്ചാണ്. 1-2 അഭിമുഖങ്ങളിൽ 1-2 കത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലേറ്റവും എടുത്ത് പറയാവുന്ന അതല്ലാതെ ഞാനത് പിന്നെ പല അഭിമുഖങ്ങളിൽ ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ജീവിതത്തെ തിരിച്ചു കൊണ്ടുവന്ന കത്തുകളുടെ അനുഭവങ്ങളൊക്കെ ഞാൻ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള ഹൃദയഭേദകമായിട്ടുള്ള കത്തുകൾ ധാരാളം വായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു കോള് വരികയാണ്. അപ്പോൾ കോള് വന്നതിന് ശേഷം അദ്ദേഹം എനിക്കൊരു കത്തെഴുതി. ആ കത്തെഴുതിയതിൽ പ്രിയപ്പെട്ട ബാലകൃഷ്ണനും ആശാലതയ്ക്കും ഞാൻ ഇന്ന സ്ഥലം, ആ സ്ഥലം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലമേനോൻ എന്നായിരുന്നു. എൻ്റെ പേര് ഗോപാലമേനോൻ എന്നാണ്. എനിക്ക് നിന്നെ എന്നോടാണ് കാണണം എന്ന അതിയായ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കത്ത് വന്നു. അപ്പോൾ ആ കത്തിൽ നമ്മൾ അവസാനിപ്പിക്കുകയല്ല, പിന്നെ ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയാണ്. ഞാൻ കാണുമ്പോൾ അദ്ദേഹം ഒരു ജനൽപ്പാളി മാത്രം തുറന്നു വെച്ച് അതിൻ്റെ തൊട്ട് താഴെ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. എനിക്ക് ഷെയ്ക്കാൻഡ് തന്നത് ആ ജനൽപ്പാളിയിലൂടെയാണ്. അപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി ദീർഘകാലം പ്രവർത്തിച്ചതിന് ശേഷം കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി മക്കളെ വളർത്തി. ആ മക്കളിൽ ഒരാൾ വിദേശത്ത് സുഖമായിട്ട് ജീവിക്കുന്നു, മറ്റൊരാൾ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നു. ഇവർ പോകുമ്പോൾ പൂട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ 7-8 ദിവസം തുടർച്ചയായിട്ട് മക്കൾ ടൂർ പോയ സന്ദർഭത്തിലാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ നേരെ പോയപ്പോൾ ആ എൻ്റെ കയ്യിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരിറ്റ് കണ്ണീര് വീണത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ആഗ്രഹിക്കുന്നത് ഒരാശ്വാസം. അത് കിട്ടുന്നത് ആര് എന്ന് നോക്കിയപ്പോൾ നമ്മളെയാണ് വിളിക്കുന്നത്. നമുക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എത്രയോ കത്തുകൾ. ഒരു ദിവസം ഒരു കോൾ വന്നു, അത് ആലുവ എന്നാണ് വന്നത്. അപ്പോൾ ഒരു അമ്മയാണ്. അപ്പോൾ അന്ന് ഞാനാണ് കോൾ എടുത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു, അമ്മേ നമസ്കാരം, ബാലേട്ടനാണ്. കൃഷ്ണ, നിന്നെ എനിക്ക് കിട്ടിയല്ലോ. ഗുരുവായൂരപ്പ, നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നീ ബാലൻ അല്ല, നീ കൃഷ്ണനല്ല, എൻ്റെ ഗുരുവായൂരപ്പനാണ്. എനിക്ക് ഒറ്റ കാര്യം നിന്നോട് പറയാനുള്ളൂ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞു, പറ അമ്മക്ക് എന്താ ആഗ്രഹം? എനിക്ക് നല്ല പ്രായമായി, മരണമടഞ്ഞാൽ എന്നെ ആലുവാപ്പുഴയുടെ തീരത്ത് സംസ്കരിക്കണം. എൻ്റെ മക്കൾ അതിന് സമ്മതിക്കുന്നില്ല. നീ പറഞ്ഞാൽ എൻ്റെ മക്കളത് സമ്മതിക്കും എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ട്, അത് ഭയങ്കരമാണ്. ഒരാൾ അവരെ അവസാനം അടക്കം ചെയ്യേണ്ട ഒരു കാര്യം പോലും നമ്മളോട് പറയുക. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിക്കുന്നു. മക്കൾ വളരെ രസകരമായിട്ട് അത് സ്വീകരിക്കുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞത് അമ്മ മരിച്ചുപോയി എന്നും അവർ ആലുവാപ്പുഴയുടെ തീരത്ത് തന്നെ ആഗ്രഹം പോലെ തന്നെ അടക്കം ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു സ്റ്റുഡിയോക്കകത്ത് നിന്ന്
ജീവിതത്തിന്റെ മറ്റു മേഖലകളിലേക്ക് ഭയങ്കര ലിങ്ക്ഡ് ആണ് അതെ റേഡിയോ പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ബാലേട്ടനെയൊക്കെ പോലുള്ളവർ ഇപ്പൊ പറഞ്ഞ സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം ചില വീടുകളിലെ അവസാന വാക്കുകൂടിയാണ്. യെസ്, തീർച്ചയായിട്ടും അങ്ങനെ അവർ കാണുന്നുണ്ട്. അതാണ് അവർക്കൊരു ആശ്വസിപ്പിക്കാനുള്ള ആള്, അവർക്ക് അവസാനത്തെ ഒരു ഒപ്പീനിയൻ ചോദിക്കാനുള്ള. ഒട്ടുമിക്ക കത്തുകൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് അഭിപ്രായം വരും. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ വോയിസ് പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയാറുണ്ട്, നാഭി ഹൃത് കണ്ഠരസന, നാഭിയിൽ നിന്ന് പ്രവഹിച്ച് ഹൃദയത്തിലൂടെ വന്ന് കണ്ഠത്തിലൂടെ വന്ന് നാവിലെ കൂടി പ്രവഹിക്കുന്ന ഒരു അൺഎൻഡിങ് ഫ്ലോ ആണ് ശബ്ദം, ഒരു ഇമോഷണൽ ഫ്ലോ ആണ് ശബ്ദം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഹൃദയത്തിൽ നിന്ന് ഒരു ആർജയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നിടത്താണ് ഒരു ആർജ സക്സസ് ആവുന്നത്. നാവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇറ്റ്സ് എ പെൻസിൽ, അത് എഴുതാൻ ഉപയോഗിക്കുന്നത് പോലെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. പക്ഷേ എപ്പോഴും ഒരു ആർജ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം ഇമോഷണലായിട്ട് അദ്ദേഹത്തിനൊരു വിഷയം, ഇപ്പോൾ ഹൃദയം എന്താണ് അങ്ങയുടെ പ്രോഗ്രാം രാത്രിയിലെ അമൂല്യ രാഗങ്ങളിൽ അങ്ങ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിങ്ങിന് അങ്ങ് കൊടുക്കുന്ന ഒരു ഹൃദയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലമാണ് ആ പ്രോഗ്രാമിനെ വിജയിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതുപോലെ ഹൃദയത്തിന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ RJs എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം തന്നെയാണ്. പക്ഷേ പലരുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പുതിയ പുതിയ RJs വരുന്നുണ്ട്. ലാംഗ്വേജ് തന്നെ പലർക്കും, ഞാൻ കാറിൽ അല്ലെ റേഡിയോ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും മലയാളത്തിലെ പല വാക്കുകളും ഉച്ചാരണ ശുദ്ധിയില്ലാതെ വളരെ തെറ്റായിട്ടും ഒക്കെ ഉച്ചരിച്ച് സംസാരിച്ച് പോകുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് കേൾക്കുമ്പോൾ മനസ്സുകൊണ്ടൊരു വിഷമം ഉണ്ടാവും. കാരണം മലയാള ഭാഷയെ മറന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ RJsന്റെ സ്റ്റൈലും മാറി വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? കാലത്തെ പ്രണയിക്കാനല്ലാതെ കാലത്തെ വിമർശിക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാളാണ്. കാരണം നമ്മൾ ജീവിച്ചൊരു പശ്ചാത്തലത്തിലല്ലല്ലോ അവർ ജീവിക്കുന്നത്. അത് അവരുടെ ഒരു കുറ്റമല്ല. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പ്രചാരം ശക്തമായതോടുകൂടി മലയാള ഭാഷയോടുള്ള ഒരു ഔന്നിത്യം അവരുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയി. അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളം തേടിയുള്ള യാത്രയാണ് പല RJs നടത്തുന്നത്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ അതല്ലല്ലോ. നമ്മൾ മനോഹരമായിട്ടുള്ള മലയാളമാണ്. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ള മുഴുവൻ പോയവും നമുക്ക് ബൈഹാർട്ടായിട്ട് അറിയാം, അല്ലേ? ഇപ്പൊ ചങ്ങമ്പുഴയുടേതായാലും കുമാരനാശാന്റേതായാലും വെള്ളത്തോളിൻ്റെതായാലും ഉള്ളൂരിൻ്റെതായാലും എല്ലാവരുടെ കവിതകളും നമുക്ക് ബൈഹാർട്ടാണ്. അതുപോലെ തന്നെ ഓരോ സ്ക്രിപ്റ്റും ഓരോ പ്രോസും എല്ലാം നമുക്ക് ബൈഹാർട്ടായിട്ട് മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് അങ്ങനെയുള്ള അവസരമില്ല. അതുകൊണ്ട് അവരുടെ കുറ്റമല്ല അത്. പക്ഷെ ഞാനൊരു അക്കാഡമി ഉണ്ട്, എനിക്കൊരു സൗണ്ട് പാർക്ക് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു അക്കാഡമി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടൊരു കോഴ്സ് ആരംഭിച്ചത് ഞാനാണ്. അത് വാഴക്കാലയിലാണ്, എറണാകുളത്ത് തന്നെ. വോയിസ് ആക്ടിങ് എന്ന് പറയുന്ന കോഴ്സാണ്. അപ്പോൾ വോയിസ് ആക്ടിങ് എന്ന് പറഞ്ഞത് RJ, VJ, ഡബ്ബിംഗ്, നരേഷൻ, ഓഡിയോ ബുക്സ്, അഡ്വർടൈസിങ്, ഈ 6 മേഖലകളെ ബന്ധിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, 50% ഓഫ് യുവർ ടോട്ടൽ പേഴ്സണാലിറ്റി ഈസ് ബിലോങ്ങിങ് ടു യുവർ വോയിസ്. ഇപ്പം ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു മനുഷ്യന് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ശ്രദ്ധിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ജീവിതത്തിൽ അദ്ദേഹത്തിന് വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പ്രസംഗമുണ്ട്, ഗംഭീരപ്പെട്ട മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗം. ആ മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്നത് ചോളപ്പാടങ്ങളോട് മാത്രം സംസാരിച്ച ഒരു മനുഷ്യൻ, കറുത്ത വർഗക്കാരന്റെ വിമോചന വിപ്ലവ സമരത്തിന്റെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായിട്ട് മാറി ഒരു മനുഷ്യൻ. 32ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. അപ്പോൾ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ അദ്ദേഹത്തിന് അവരെ ആകർഷിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മോഡുലേഷനാണ്. ഇപ്പോൾ ഓരോ പ്രസംഗത്തിന്റെ ഓരോ പാരയും അവസാനിക്കുമ്പോൾ എഗെയിൻ അദ്ദേഹം പറയും, ഐ ഹാവ് എ ഡ്രീം, അതായത് ഈ കറുത്ത വർഗക്കാരന്റെ സ്വാതന്ത്ര്യം. അങ്ങനെ തുടർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അതൊരു രാജ്യത്തിന്റെ വിപ്ലവവും ഒരു രാജ്യത്തിന്റെ മോചനവും ഒരു കറുത്തവന്റെ മോചനമായിട്ട് മാറി. അപ്പൊ ശബ്ദത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ലോകത്തിൽ എങ്ങനെ വിജയിക്കാൻ പറയും? ഇപ്പൊ ഞാൻ വരുന്നത് സപ്തഭാഷ സംഗമഭൂമി എന്ന് പറഞ്ഞ കാസർഗോഡ്. എന്താ സപ്തഭാഷയുടെ പ്രത്യേകത? ഒരു ഭാഷയും ഇല്ല. കാസർഗോട്ടുകാരൻ ശരിക്കും മലയാളം സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇല്ല, മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോൾ കടച്ചിക്കുഞ്ഞി കയറും പൊട്ടിച്ചിട്ട് കയ്യാൽ കിടക്കേ പാഞ്ഞു കുഞ്ഞതിൻ്റെ വായി പറഞ്ഞു ഉരുന്തിട്ട് വീണു എന്നൊക്കെ പറയും. നമ്മൾ ആർക്കാ മനസ്സിലാവുക? ഇത് കാസർഗോട്ടെ ഒരു സംഭവമാണ്, അല്ലേ? ഒരു പശുക്കിടാവ് ഓടി, അതിൻ്റെ പിന്നാലെ അതിൻ്റെ കയറുണ്ടായിരുന്നു, അതൊരു മതിലിൻ്റെ ഇടവഴി ഉണ്ടല്ലോ, അതിലെ കൂടി ചാടി, അതിൻ്റെ കൂടെ ഒരു പയ്യനോടി, അവൻ അവിടെ സ്ലിപ്പായി വീണു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ശബ്ദം പഠിക്കണം, അതൊരു പഠിക്കണം. അത് ഞാൻ എപ്പോഴും പറയാണ്ട്, ഇറ്റ്സ് എ സ്പിരിച്വൽ കോഴ്സ് ആൻഡ് ഇറ്റ്സ് എ സ്പിരിച്വൽ ട്രെയിനിങ്. അതിനൊരിക്കലും നമ്മളൊരു ഫിസിക്കൽ ട്രെയിനിങ് ആയിട്ട് കാണാൻ വേണ്ടി പാടില്ല.
ഒരു സംഗീതം അഭ്യസിച്ച ഒരാൾ, ഒരു ഗായകൻ ജീവിതകാലം മുഴുവൻ സാധകം ചെയ്യും അല്ലെ? എന്തിനാ അദ്ദേഹത്തിന്റെ ശബ്ദം നന്നാക്കാൻ? ശബ്ദം നന്നാക്കാൻ സാധകം ചെയ്ത ആരെങ്കിലും കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ സാധകം ചെയ്താൽ നിങ്ങളുടെ ശബ്ദം ഗംഭീരാവും. എനിക്കിപ്പോൾ നിങ്ങളോട് ഇത്രയും സംസാരിക്കാൻ കഴിയുന്നത് ഞാൻ കഴിഞ്ഞ 31 വർഷക്കാലമായി ശബ്ദത്തെ സ്നേഹിക്കുകയും ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുകയും ശബ്ദ വഴിയിലൂടെ മാത്രം ജീവിക്കുകയും ചെയ്യുന്നു. അതെ, നിർത്തുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് ശബ്ദം പഠിക്കണം, ശബ്ദത്തിന്റെ മോഡുലേഷൻ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചില ആൾ പറയും അയ്യോ എൻ്റെ ശബ്ദം വളരെ നേർത്ത ശബ്ദമാണ്, ചില ആൾ പറയും എൻ്റെ ശബ്ദം ഭയങ്കര ബേസാണ്. ഇപ്പൊ മലയാള സിനിമയിലെ തന്നെ 2 നടന്മാരെടുത്ത് നോക്കൂ, മോഹൻലാലും മമ്മൂട്ടിയും. ഇപ്പൊ മമ്മൂട്ടി ഭയങ്കരമായിട്ട് പറയുമല്ലേ, ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ, ഭയങ്കര ബേസാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ മോഹൻലാൽ നീ പോ മോനെ ദിനേശ, പക്ഷെ രണ്ടും സൂപ്പർ ഹിറ്റ് ഡയലോഗുകളാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തെ മോഡുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിൽ മോഹൻലാലും ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റിയാണ്, മമ്മൂട്ടിയും ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റിയാണ്. അമിതാഭ് ബച്ചന് ആകാശവാണി റിജക്ട് ചെയ്ത അല്ലെ, നമ്മൾ എവിടെയോ കേട്ടതാണ്. അപ്പൊ ആ ബച്ചനാണ് ഓ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആകാശവാണി റിജക്ട് ചെയ്യാൻ ശബ്ദത്തെ അല്ല ഉപയോഗിച്ചത്, ശബ്ദത്തിന്റെ മോഡുലേഷൻ. അപ്പോൾ ശബ്ദത്തിന്റെ മോഡുലേഷൻ, ശബ്ദത്തിന്റെ വേവ് ലെങ്ത്, ശബ്ദത്തിന്റെ ഡെപ്ത്, ശബ്ദത്തിന് മെച്ചപ്പെടാനുള്ള വോക്കൽ എക്സസൈസ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവ്, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരാശയം, ഇതെല്ലാം പഠിപ്പിക്കണം. ഞാൻ ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും ഫ്ലറിഷ്ഡ് ആയിട്ട്, ഇതൊരു ബിസിനസ് ചാനൽ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, ലോകത്തിൽ ഏറ്റവും ഫ്ലറിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്, അത് ഓഡിയോ ഇൻഡസ്ട്രിയാണ്. നമ്മൾ ശബ്ദത്തിൽ നിന്ന് ആരംഭിച്ചു ഈ പ്രപഞ്ചം, അതിനുശേഷം നമുക്ക് ഭാഷയുണ്ടായി, അതിനുശേഷം ലിപികളുണ്ടായി, അതിനുശേഷം പ്രിന്റ് മീഡിയ വന്നു, അതിനുശേഷം വിഷ്വൽ മീഡിയ വന്നു, അതിനുശേഷം സോഷ്യൽ മീഡിയ വന്നു. എഗെയിൻ ഈ ലോകം തിരിച്ച് സഞ്ചരിക്കുന്നത് ശബ്ദത്തിലേക്കാണ്. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഇടം എന്ന് പറയുന്നത് ഈ ശബ്ദ ലോകത്തായിരിക്കും അല്ലെ? അപ്പൊ ഈ ശബ്ദം പഠിക്കണം. അപ്പൊ ആ ശബ്ദത്തിന്റെ പ്രത്യേകത, ഇപ്പൊ ഒരു ബിസിനസ് ചാനൽ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓഡിയോ ബുക്സ്, ഇപ്പോ ആമസോൺ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയിൽ ഒഡിബിൾ എന്ന് പറയുന്ന ഒരു ഓഡിയോ ബുക്ക് ഇൻഡസ്ട്രി തന്നെ ഉണ്ട്, ലക്ഷങ്ങളാണ്. ഇപ്പൊ പൗലോ കൊയ്ലോന്റെ പുസ്തകങ്ങളൊക്കെ പിന്നെ വിവിധ ഭാഷകളൊക്കെ ചെയ്ത് അതൊക്കെ കോടികളുടെ വിൽപ്പന നടക്കുകയാണ്. ഇപ്പൊ മലയാളത്തിൽ തന്നെ സ്റ്റോറി ടെൽ, കുക്കു FM, നെസ്റ്റ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മൾ അറിയേണ്ടത് കേരളത്തിലെ ഒരു 10% ഓഫ് ദ ടോട്ടൽ ബുക്സ് ഇപ്പോഴും ഓഡിയോ ബുക്ക് ആയിട്ടില്ല. ആ ബുക്കുകൾ മുഴുവൻ ഓഡിയോ ബുക്ക് ആവണം. എന്തുകൊണ്ടാവാത്തത്? അതിനാവശ്യമായിട്ടുള്ള ശബ്ദമില്ല, അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, എക്യുപ്മെന്റ്സ് ഇല്ല. ഇതൊക്കെ കൊണ്ടുവന്നാൽ നാളെ കേരളത്തിലെ മുഴുവൻ ലൈബ്രറിയിൽ കിടക്കുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ പുസ്തകങ്ങൾ, കേരളത്തിലെ മറ്റു മേഖലകളിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അത് ഏറ്റവും വലിയൊരു ബിസിനസ്സാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ബിസിനസ്. നാളെ നിങ്ങളൊരു 1000 പുസ്തകം ഇവിടെ വാങ്ങിക്കാൻ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തയ്യാറാണോ? മറ്റന്നാൾ ആമസോൺ നേരിട്ട് വന്നിട്ട് നിങ്ങളോട് വാങ്ങിക്കും, ഉറപ്പാണ് എനിക്ക്. പക്ഷേ ഈ കേരളത്തിൽ നടക്കുന്ന ഇപ്പോൾ ബിസിനസ് സമ്മിറ്റ് ഒക്കെ നടക്കാൻ വേണ്ടി പോകുന്ന സമയമാണ്. ഓഡിയോ ബുക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഗംഭീരമായിട്ട് ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. വലിയ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ സല്യൂട്ട് ചെയ്യും, നമ്മൾ എന്ത് പിന്തുണ വേണമെങ്കിലും കൊടുക്കും. ഞാൻ കയറിയ സമയത്ത് ആക്ച്വലി ഫ്രീലാൻസ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് റേഡിയോയിൽ അതില്ല. കാരണം എല്ലാവരും പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ഒരു ജോബായിട്ട് തന്നെ ഇപ്പൊ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ എല്ലാവരും എടുക്കുന്നുള്ളൂ. ഫ്രീലാൻസ് വളരെ കുറവാണ്. ബാലേട്ടൻ കയറുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? എൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യത അവിടുത്തെ തെയ്യപ്പറമ്പുകളിൽ അനൗൺസ് ചെയ്യുക, അതുപോലെ തന്നെ പാർട്ടി പരിപാടികൾക്ക് പ്രിയമുള്ളവരെ മൈക്കിന്റെ ബാക്കിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ജീപ്പിന്റെ ബാക്കിൽ ഇരിക്കുമല്ലോ, അന്ന് നമ്മുടെ ഏറ്റവും വലിയ കൺകണ്ട ദൈവം എന്ന് പറഞ്ഞ അനൗൺസറാണ്. നമ്മൾ അവനെ വെറുതെ തൊട്ടു നോക്കും, അപ്പൊ അവൻ നമുക്ക് മൈക്ക് തരും, എന്നിട്ട് ഏതെങ്കിലും കാർഡ് മാത്രമുള്ള സ്ഥലത്ത് എന്ന് പറയുന്നത് അനൗൺസ് ചെയ്തു തന്നു. കാരണം ആരും കേൾക്കൂലല്ലോ. അങ്ങനെയാണ് നമ്മളൊക്കെ ഈ രംഗത്തേക്ക് വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഓപ്പർച്യൂണിറ്റി വളരെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്നോ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ഇൻഡസ്ട്രി തഴച്ച് വളരുകയാണ്. പോഡ്കാസ്റ്റ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓഡിയോ മാത്രമാണ്, ഇപ്പോൾ വിഷ്വൽ പ്ലസ് ഓഡിയോ എന്നുള്ള രീതിയിലേക്ക് പോഡ്കാസ്റ്റ് വന്നു. ഓഡിയോ ബുക്ക് 10,000 ഒരു മണിക്കൂറേക്ക് 3,000-4,000 രൂപ വായിക്കുന്നവർക്ക് കിട്ടുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഓഡിയോ ബുക്സ് വന്നു. അഡ്വർടൈസിങ്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്രചാരത്തിൽ വന്നതോട് കൂടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പണ്ടൊക്കെ എന്താ, ഒരു ഏഷ്യാനെറ്റ്, ഒരു ദൂരദർശൻ, ഒരു ആകാശവാണി, എത്ര പേർക്ക് ജോലി കൊടുക്കും? ഇന്ന് അങ്ങനെയാണോ? ഇന്ന് കേരളത്തിൽ 35 പ്രൈവറ്റ് FM സ്റ്റേഷനുകൾ നിൽക്കുന്നു, അത്ര തന്നെ കമ്മ്യൂണിറ്റി FM സ്റ്റേഷനുകൾ നിൽക്കുന്നു,
അതുപോലെ തന്നെ ആകാശവാണിയുടെ AM റേഡിയോ, ഞാൻ മാത്രം 15 ഓൺലൈൻ റേഡിയോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ കുടുംബശ്രീ മിഷന് 7 ലക്ഷം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആപ്പുള്ള ഒരു റേഡിയോ ഉണ്ട്, റേഡിയോ ശ്രീ. അതായത് BBC റേഡിയോ കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ ഓൺലൈനിൽ നിൽക്കുന്ന റേഡിയോ ആണ്. ആ റേഡിയോ ഞാനാണ് 1.5 കൊല്ലമായിട്ട് പിന്നെ അതിന്റെ കോൺട്രാക്റ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ റേഡിയോ കേരള മീഡിയ അക്കാഡമിയുടെ റേഡിയോ കേരള നമ്മൾ ഉണ്ടാക്കിയതാണ്. റേഡിയോ സാന്റമോണിക്ക, റേഡിയോ അസീസിയ, അസറ്റ് ഹോംസിന്റെ റേഡിയോ സല്ലാപം, അങ്ങനെ എത്രയോ റേഡിയോ, 10-12 റേഡിയോ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു. അതിലൊക്കെ തന്നെ എത്ര ഓപ്പർച്യൂണിറ്റിയാ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ റേഡിയോ ശ്രീയിൽ മാത്രം 15 കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. ഓൺലൈൻ റേഡിയോ ആണ്. ഇതാ പുതിയ FM സ്റ്റേഷന് ബിഡ് ചെയ്തിരിക്കുന്നു മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ്. കാസർഗോഡ് ജില്ലയിൽ 3 FM സ്റ്റേഷൻ വരുന്നു, പാലക്കാട് ജില്ലയിൽ 3 FM സ്റ്റേഷൻ വരുന്നു. 6 FM സ്റ്റേഷനിലേക്ക് എത്ര RJs വേണം? മിനിമം 10-30 പേരെങ്കിലും വേണ്ട, ഒരു 5 പേരെ കൂട്ടിയാൽ തന്നെ. ഈ 30 RJs എവിടെ നിന്ന് കണ്ടെത്തും? അപ്പൊ അത്ര ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഡബ്ബിങ്. ഇപ്പൊ മുമ്പൊക്കെ ഡബ്ബിംഗ് എന്ന് പറയുന്നത് മലയാളത്തിൽ ഒരു സീസണിൽ ഇറങ്ങുന്ന ടോട്ടൽ സിനിമ എന്ന് പറയുന്നത് ഒരു മാസത്തിൽ 3, 4, 5 സിനിമയായിരുന്നു. ഇന്ന് നമുക്ക് അറിയില്ല എത്ര സിനിമ ഇറങ്ങുന്നുണ്ട്, അത്രയധികം സിനിമ ഇഷ്ടംപോലെ. ഇപ്പൊ കൊച്ചിയിൽ മാത്രം 100-ലധികം സ്റ്റുഡിയോസ് ഉണ്ട്. ഈ സ്റ്റുഡിയോയിലൊക്കെ ഡബ്ബിങ്ങിന്റെ ആളുകൾ വേണം. ഒരു ക്രൗഡ് ഡബ്ബിങ്ങിന് പോയി കഴിഞ്ഞാൽ 2000-3000 കിട്ടും. മനസ്സിലായില്ലേ? ഇനിയുള്ള ബാലേട്ട, ഞാനിപ്പോ ഒരു RJ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു പ്രോഗ്രാമിലൂടെ മാത്രം സംസാരിക്കുന്നു. ഇപ്പം എനിക്ക് എൻ്റെതായ ഒരു ശബ്ദമുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു മേഖലയിൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ള മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനുവേണ്ട ടിപ്സ് എന്തൊക്കെയാണ്? ശബ്ദത്തിൽ എല്ലാം ഒരാൾക്ക് ചെയ്യാം. ഓക്കെ. പക്ഷെ ശബ്ദത്തെ നിങ്ങൾക്ക് വിന്യസിപ്പിക്കാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ പരസ്യം വേണമെങ്കിൽ ഇപ്പൊ ചിക്കിങ്, ഇപ്പോൾ നഗരത്തിൽ സംസാര വിഷയം ചിക്കിങ് മാത്രം എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഇപ്പൊ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലറി എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാലോ അല്ലെ. മലബാർ ഗോൾഡ് ബ്യൂട്ടി ബീറ്റ്സ് ക്വാളിറ്റി എന്നൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് ആ കല്യാണം കഴിഞ്ഞ അദ്ദേഹം കൃഷ്ണകുമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പല മോഡുലേഷനിൽ നമുക്ക് പറയാം. ഇപ്പൊ പരസ്യം, ഇപ്പൊ പരസ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. ഡബ്ബിങ് ഇതിങ്ങനെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ലേ, ആ ഇമോഷൻ അനുസരിച്ചിട്ട് നമുക്ക് പറയാം. കൊക്കെത്ര കുളം കണ്ടതാ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കും പറയാം. അതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല അല്ലെ. പിന്നെ ഈ പരസ്യരംഗത്ത് നല്ല സാധ്യതയാണ്. ഈ പുതിയ തലമുറയിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് പരസ്യരംഗത്ത് നല്ല സാധ്യതയാണ്. അതൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്യണം. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ ഇംഗ്ലീഷ് നന്നായി വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് നരേഷൻ, അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് ഫിലിംസ്, അതുപോലെ തന്നെ അഡ്വർടൈസിങ്ങിലൊക്കെ വളരെ ആള് കുറവാണ്. അവിടെ ഭയങ്കര സാധ്യതയാണ്. ലാംഗ്വേജസിലും സാധ്യതയുണ്ട്. അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായിട്ടും. നമുക്ക് പിരിയുന്നതിന് മുമ്പ് ഇതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? റേഡിയോയുടെ ഫ്യൂച്ചർ? റേഡിയോക്കാണ് ഫ്യൂച്ചർ. റേഡിയോ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓഡിയോ ഓഡിയോ ഇൻഡസ്ട്രിക്കാണ് ഇനി ഫ്യൂച്ചർ. കാരണം ആർക്കും വായിക്കാൻ സമയമില്ല. ഇപ്പോൾ ഒരു പുസ്തകം, ഒരു ഡ്രൈവിംഗ്, അദ്ദേഹം ചിലപ്പം ഫ്രം കാസർഗോഡ് ടു എറണാകുളം വരുന്നത്, ഞങ്ങൾ എത്രയോ തവണ വരുന്നതാണ്. ഇവിടത്തേക്ക് എത്തുമ്പോഴേക്കും എനിക്ക് 1-2 പുസ്തകങ്ങൾ വായിച്ചു തീരും, കേട്ട് തീരും. അതെ, കേട്ട് തീരുമ്പോൾ നമ്മൾക്ക് വേറെ സ്ട്രെയിൻ ഇല്ല, കണ്ണിന് സ്ട്രെയിൻ ഇല്ല, സമയം മെനക്കെടുത്തണ്ട. ഇപ്പോൾ റേഡിയോ എങ്ങനെയാണ് കേൾക്കുന്നത്? റേഡിയോന്റെ ഏറ്റവും വലിയ പ്രസക്തി അതാണല്ലോ. അവർ മറ്റു ജോലികൾ ചെയ്യുന്നതിനിടയിൽ ഇത് കേട്ടുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആളുകൾക്ക് തിരക്കേറിയത് കൊണ്ട് ഇനി കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കേൾപ്പിക്കാൻ സാധിക്കുന്ന ഇത്തരം ഓഡിയോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശബ്ദത്തൊഴിലാളികൾക്കും വലിയൊരു അവസരമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു പോപ്പുലർ ആയിട്ടുള്ള ശബ്ദത്തിനുടമയായതുകൊണ്ട് ഒരു ഇൻട്രോ പറ. ഓക്കെ. ഈ പറഞ്ഞ പോലെ രാത്രിയിൽ അറിയാലോ, ഒരു 10 മണി സമയത്ത് ഈ വോയിസിന്റെ മോഡുലേഷനിലും ഈ പറഞ്ഞ പോലെ മോർണിംഗിൽ വരുമ്പോൾ എനിക്ക് നല്ല രസപ്പെടുന്നത് അമൂല്യരാഗങ്ങൾ അല്ലെ, അങ്ങനെ പറയും. അതൊന്ന് പറഞ്ഞേ. കേട്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ്സ് റെഡ് FM-ൽ അജീഷിനൊപ്പം അമൂല്യരാഗങ്ങൾ. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കേട്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ് റെഡ് FM-ൽ അജീഷിനൊപ്പം അമൂല്യരാഗങ്ങൾ. നിങ്ങൾ തീരുമാനിച്ചോളണം ആരതാ നല്ലത്. കഞ്ഞി പാർട്ടി ഇടും അല്ലേ? ഓക്കെ. ബാലേട്ടൻ്റെ ലൈഫിൽ 25,000-ഓളം കത്തുകൾ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ആ ഫീൽ അറിയാൻ പറ്റും. അപ്പം എനിക്കൊരാഗ്രഹം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഒരു കത്ത് വായിക്കാനായിട്ട്. അപ്പോൾ ആ കത്ത് ഞാൻ തരാം. എനിക്ക് വേറെ പ്രിയപ്പെട്ടൊരു കത്താണ്. ഇത് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയായ തസീബ് എഴുതിയ ഇത് ബ്രിഡ്ജസ് ഓഫ് തോപ്പുംപടി എന്ന് പറയുന്ന ഈ ബുക്കിൽ കിപ്പകളുടെ മുത്തശ്ശി എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ നല്ല ഹൃദയസ്പർശിയായ ഒരു കത്തുണ്ട്. അതൊന്ന് വായിച്ച് കേൾക്കണം, ഒരാഗ്രഹം. പ്രിയപ്പെട്ട സാറ ആൻറ്റി വിട ചൊല്ലുന്നു. ജൂതത്തെരുവിൻ്റെ വിളക്കണഞ്ഞിരിക്കുന്നു.
പരദേശി ജൂതന്മാർക്കിടയിൽ നിങ്ങളൊരു താരമായിരുന്നു. എൻ്റെ അമ്മ ഹണിയുടെ പക്കൽ നിന്നും നിങ്ങളെന്നെ ദത്തെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച നാൾ മുതൽ ഞാൻ നിങ്ങളെ ഉമ്മയെന്നാണ് വിളിച്ചിരുന്നത്. നിങ്ങൾക്ക് മരണമില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ദൂരത്താണെങ്കിലും എൻ്റെ ഹൃദയം എപ്പോഴും അവിടെയായിരുന്നു. ആൻറ്റിയുടെ മരണാനന്തര ചടങ്ങിൽ എനിക്ക് എത്തിച്ചേരാനാവില്ല. പകരം ഞാൻ എൻ്റെ മകൻ്റെ കയ്യിൽ ഈ സന്ദേശം കൊടുത്തയക്കുന്നു എന്ന് സ്വന്തം ബെക്കി.